വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ സ്പീസിയേഷനിൽ വരുന്ന പാരാപാട്രിക് സ്പീസിയേഷൻ ആണ് എടുക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ എന്താണ് പാരാപാട്രിക് സ്പീസിയേഷൻ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫെബ്രുവരിക്കുള്ളിലെങ്കിലും 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കുക. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് പാരാപാട്രിക് സ്പീസിയേഷൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ സിംപാട്രിക് ആൻഡ് എലോപാട്രിക് സ്പീസിയേഷൻ ഞാൻ അതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അതിനുശേഷം വരുന്ന പാരാപാട്രിക്കും ദെൻ പെരിപാട്രിക് സ്പീസിയേഷൻ കൂടിയാണ് പഠിക്കാനുള്ളത്. സോ പാരാപാട്രിക് എന്താണെന്ന് ആദ്യം നോക്കാം. പാരാപാട്രിക് എന്ന് പറയുമ്പോൾ ഈ പാര ആൻഡ് പെരിപാട്രിക് രണ്ട് ടൈപ്പ് സ്പീസിയേഷനും ഒരു പോപ്പുലേഷന്റെ അഡ്ജസന്റ് ഏരിയാസിലാണ് നടക്കുന്നത് കേട്ടോ. ഇവിടെയുള്ള ഡെഫിനിഷൻ ആദ്യം നോക്കാം. സ്പീസിയേഷൻ ഒക്കേഴ്സ് ഇൻ എ പോപ്പുലേഷൻ ദാറ്റ് ആർ അഡ്ജസന്റ് ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ്. അതായത് ആക്ച്വലി ഇതൊരു പോപ്പുലേഷൻ ആണ്. ആ ഒരു പോപ്പുലേഷന്റെ എഡ്ജിൽ നടക്കുന്ന ഒരു ടൈപ്പ് സ്പീസിയേഷൻ ആണ് പാരാപാട്രിക് സ്പീസിയേഷൻ. നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ മനസ്സിലാകും. അതായത് ഈ ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ പാരാപാട്രിക് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പോപ്പുലേഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള പോപ്പുലേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആകുന്നില്ല, അഡ്ജസന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ളത് നമുക്ക് നോക്കാം. ഓരോ ക്യാരക്ടർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഈ ഒരു പാരാപാട്രിക് സ്പീസിയേഷൻ യൂഷ്വലി വലിയൊരു പോപ്പുലേഷൻ, ലാർജ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിലാണ് നടക്കുന്നത്. എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഒരു ഡെഫിനേഷനും കൂടി ഒരു ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജീൻ ഫ്ലോ, അതായത് ജീൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്പീസിയേഷൻ ഉണ്ടായില്ലേ, പുതിയൊരു സ്പീസിയേഷൻ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പുതിയൊരു സ്പീസീസിലേക്ക് അല്ലെങ്കിൽ പോപ്പുലേഷനിലേക്കുള്ള ജീൻ ഫ്ലോ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ചെറിയ രീതിയിലുള്ള അഡ്ജസന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ജീൻ ഫ്ലോയെ ഉണ്ടാകുള്ളൂ, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവുന്നില്ല. ഈ നോർമലി ഓൾഡ് പോപ്പുലേഷനിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ജീൻ ഫ്ലോ പാരാപാട്രിക് സ്പീസിയേഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നതിലും ഉണ്ടാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻവയൺമെന്റൽ കണ്ടീഷൻ മാത്രമാണ്, അവിടെ ജിയോഗ്രാഫിക് ബാരിയേഴ്സ് ഒന്നും ഇല്ല. ചില ഇക്കോളജിക്കൽ ഗ്രേഡിയൻസ് അല്ലെങ്കിൽ എൻവയൺമെന്റൽ കണ്ടീഷൻ മാറിയത് കൊണ്ട് എന്താ ചെറിയ നാച്ചുറൽ സെലക്ഷൻ അവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതിയ അഡാപ്റ്റേഷൻ വരുന്നു. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകില്ല, പക്ഷെ അവയുടെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാകും. അപ്പൊ അവയുടെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷൻ അവയുടെ എഡ്ജിലുള്ള ഒരു പോപ്പുലേഷൻ, ഇപ്പൊ ഇതാണ് ഒരു പോപ്പുലേഷൻ എന്ന് വിചാരിക്കുക. ആ ഒരു പോപ്പുലേഷന്റെ എഡ്ജിൽ ഈ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു കണ്ടീഷനാണ്, തന്നെ ഈ ഒരു എഡ്ജിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു കണ്ടീഷനാണ്. ഓക്കെ, ഇവിടെ രണ്ട് സൈഡിലും വേറെ വേറെ കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു എഡ്ജിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ്സോ ആനിമൽസോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് പ്ലാന്റ്സ് തന്നെ എക്സാമ്പിൾ എടുക്കാം. ആ ഒരു എഡ്ജിൽ വളരുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും രണ്ട് ഡിഫറെന്റ് എൻവയൺമെന്റ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പം ഈ ആൾക്കാർ, ചില ആൾക്കാർ എന്ത് ചെയ്യും, ചില ആൾക്കാർ ഈ ഒരു എൻവയൺമെന്റിൽ അഡാപ്റ്റ് ചെയ്തിട്ട് തന്നെ പോകും. പക്ഷെ മറ്റു ചില ആൾക്കാർ ഈ ഒരു അപ്പുറത്ത് തൊട്ട് എഡ്ജിന്റെ അപ്പുറത്തുള്ള ആ ഒരു എൻവയൺമെന്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയൺമെന്റൽ കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എഡ്ജിൽ മാത്രം കാണുന്ന പ്ലാന്റിന്റെ കേസിലാണ് ഈ ഒരു ടൈപ്പ് സ്പീസിയേഷൻ നടക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് ഗ്രാസ് ആണ് കേട്ടോ. ആന്തോക്സാന്തം ഒഡാറാറ്റോ ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തൊട്ടടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് മനസ്സിലാകും. അപ്പം അഗ്രോസ്റ്റിക് ടെന്യൂസ് അല്ലെങ്കിൽ അഗ്രോസ്റ്റിക് സ്റ്റോളോണിഫെറ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. ഇതാണ് ആ ഒരു ഗ്രാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ഇതാണ് ആ ഒരു പോപ്പുലേഷൻ. ആ ഒരു പോപ്പുലേഷന്റെ തൊട്ട് ഇവിടെ സാധാരണ കണ്ടീഷൻ ആണ്, സാധാരണ ഗ്രാസ് വളരുന്ന സാധാരണ സോയിൽ കണ്ടീഷൻ ആണ്. പക്ഷെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു എഡ്ജിന്റെ ഇപ്പുറത്തുള്ള കണ്ടീഷൻ എങ്ങനെയാ, മെറ്റൽ കണ്ടാമിനേറ്റഡ് മൈൻസ് സൈറ്റ്, മൈനിങ് സൈറ്റ് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ഹെവി മെറ്റൽസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സോയിൽ ആയിരിക്കും. അതായത് ഈ ഒരു പോപ്പുലേഷന്റെ തൊട്ട് സൈഡിൽ കാണുന്ന എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ഹെവി പോപ്പുലേഷൻ, ഹെവി മെറ്റൽസിന്റെ പൊല്യൂഷൻ അല്ലെങ്കിൽ ഹെവി മെറ്റൽസിന്റെ ലെവൽ നല്ലോണം ഉള്ള സോയിൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ബോർഡറിൽ കാണുന്ന ചില ആൾക്കാരില്ലേ, ആ ബോർഡറിൽ കാണുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നോർമൽ ആയിട്ടുള്ള അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലിൽ തന്നെ വളരും. പക്ഷെ തൊട്ടപ്പുറത്ത് കാണുന്ന പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ മെറ്റൽ റിച്ച് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ഇല്ലേ, ആ ഒരു സോയിലിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുതിയ എന്താ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിക്കും. അപ്പൊ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അഡ്ജസന്റ് പോപ്പുലേഷന്റെ തൊട്ടിപ്പുറത്ത്, അതായത് ഹെവി മെറ്റൽ റീജിയൻ ഉള്ള
സ്ഥലത്തുള്ള പ്ലാന്റ് എന്ത് ചെയ്യും, അവിടെ അഡാപ്റ്റ് ചെയ്യാനുള്ള ടോളറൻസ്, ഹെവി മെറ്റൽസിന്റെ ടോളറൻസ് അവർ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഹെവി മെറ്റൽസിന്റെ ടോളറൻസ് അവർ മെല്ലനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പതിയെ പതിയെ അവർ എന്തായിട്ട് മാറും, പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുമ്പോഴും അവ ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആയിട്ട് മാറുന്നില്ല. അത് അവിടെ തന്നെ എന്താ ഓൾഡ് പോപ്പുലേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു ഡൈവേർജന്റ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ തന്നെ ആയി മാറുന്നുണ്ട്. പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള ജീൻ ഫ്ലോ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ റിസൾട്ട് എന്താണ്, മെയിൻ ആയിട്ട് ഓവർ ടൈം രണ്ട് അഡ്ജസന്റ് പോപ്പുലേഷൻ, അഡ്ജസന്റ് എന്നുള്ള വേർഡ് മനസ്സിലാക്കി വെക്കുക, പക്ഷെ അവ ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറും. ഇതാണ് പാരാപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് പോകുന്നത് അഗ്രോട്ടിസ് ഗ്രാസസ് എന്ന് പറയുമ്പം ഹെവി മെറ്റൽ സോയിൽസിൽ അഡാപ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ദേ റിമെയിൻ അഡ്ജസന്റ് ടു നോർമൽ പോപ്പുലേഷൻ. നോർമൽ പോപ്പുലേഷനുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഹെവി മെറ്റലുമായിട്ട് അഡാപ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പാരാപാട്രിക് സ്പീസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെരിപാട്രിക് സ്പീസിയേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരുന്നതായിരിക്കും.